നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സയൻറ്റിഫിക്കായ ഒരു സിമ്പിൾ ടെസ്റ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. സിമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഈ 4 കാര്യങ്ങൾ അടുത്ത 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ 4 കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുമുട്ടുന്നു, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നത് വെച്ചാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എത്രയാണെന്ന് തെളിയിക്കാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ലാലു മലയിൽ. വിഷ്വലൈസേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. പുതിയ ടേംസുകളാണ്. ഇതൊക്കെ അറിയാവുന്നവർ ജീവിതത്തിൽ ഒരുപാട് ഉന്നതങ്ങളിൽ എത്താറുണ്ട്, ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ. എങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ പവർ ഓരോ മനുഷ്യനും ഓരോ ലെവലിലായിരിക്കും ഉള്ളത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സയൻറ്റിഫിക്കായ ഒരു സിമ്പിൾ ടെസ്റ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലെവലിലും നിങ്ങൾ വളരെ സൂക്ഷ്മമായി, വളരെ വിശ്വാസത്തോടു കൂടി, വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്താൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എത്രയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. 4 കാര്യങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമതായി നമ്മളൊരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. അല്ലെങ്കിൽ ഒരു ജീവിയെ നിങ്ങളിപ്പോൾ റെയറായിട്ട് കാണും. ഇപ്പോൾ ഒരു പൂച്ചയെ മനസ്സിൽ ഓർക്കാൻ പറഞ്ഞാൽ പൂച്ചയും പട്ടിയൊക്കെ നമ്മൾ പെട്ടെന്ന് കാണും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല, അല്ലാത്തൊരു കാര്യത്തെ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. അല്ലെങ്കിൽ ഒരു കാറ്, ഏതെങ്കിലും ഒരു വാഹനം, അങ്ങനെ ഒരു കാര്യം, റെയറായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർക്കുക. എന്നിട്ട് 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ലെവലിൽ നിങ്ങൾ മുൻപന്തിയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത്, നമ്മളൊരു ശബ്ദം, ചിലപ്പോൾ ഒരു കിളിയുടെ ശബ്ദമായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ വിളിക്കണം, കേൾക്കണമെന്ന് കരുതുന്ന ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ കോൾ ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ആകർഷിക്കുന്ന ഒരു ശബ്ദം നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ ശബ്ദത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ആ ശബ്ദം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിഞ്ഞാൽ, ഈ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞാൽ, ഓർത്തുകൊള്ളുക, മാനിഫെസ്റ്റേഷൻ ലെവലിലെ രണ്ടാമത്തെ ലെവലിലും നിങ്ങൾ മുന്നോട്ട് കുതിച്ചിരിക്കുന്നു എന്നുള്ളത്. മൂന്നാമത്തത്, ഏതെങ്കിലും നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള റെയറായിട്ടുള്ളൊരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ്, ഈ ഒരു ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് രുചിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ നിങ്ങളത് വളരെ ഹൃദ്യമായി കാണുന്നു, ഈ 72 മണിക്കൂറിനുള്ളിൽ അത് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മൂന്നാമത്തെ ലെവലിലും നിങ്ങൾ വളരെ മുൻപന്തിയിലാണ് എന്ന് വിശ്വസിക്കാം. ഇനി നാലാമതായി, നമ്മൾ ഒരല്പം പണം, അതായത് 1 കോടി രൂപയും 2 കോടി രൂപയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ കിട്ടുന്ന ഒരു വേതനം, ഒരു 5000 രൂപ, ഒരു 10000 രൂപ, ഈ 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 5000 രൂപ വരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ പണം വന്നു കഴിഞ്ഞു എന്ന് മനസ്സിൽ വിശ്വസിക്കുക. 72 മണിക്കൂറിനുള്ളിൽ ആ പണം നിങ്ങൾക്ക് കൈവന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിലൊക്കെ പൂർണ്ണമായൊരു വിശ്വാസത്തോടു കൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എനിക്ക് ലഭിക്കും, എനിക്കത് കഴിയും, സാധിക്കുമെന്ന് വിശ്വസിക്കാനുള്ള കോൺഫിഡൻസ് ലെവൽ ഒത്തിരി ഉയർന്നവരാണ് നിങ്ങളെന്നും, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വലിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന അമൂല്യമായൊരു ടെസ്റ്റാണിത്. തീർച്ചയായും ഈ ടെസ്റ്റിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നല്ല വിജയമുണ്ടായാൽ, 4 ലെവലിലും നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടായാൽ ഈ വീഡിയോയുടെ താഴെ വന്ന് അത് പ്രസൻറ്റ് ചെയ്യണം, അത് പറയണം. തീർച്ചയായിട്ടും അത് നമുക്ക് മറ്റുള്ളവർക്കും അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും അവരുടെ ഈ വിഷ്വലൈസേഷൻ പവറൊക്കെ കൂട്ടാനും നിങ്ങളുടെ സാക്ഷ്യത്തിന് കഴിയും. ഇനി അത് സംഭവിച്ചില്ലെങ്കിൽ അതും എഴുതാം, അതിലൂടെ വീണ്ടും നമുക്കതിനെ പരിപോഷിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇതുകൊണ്ട് ലഭിച്ചവരുടെ കമൻറ്റുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെയൊക്കെ അതിനെ പരീക്ഷിക്കാൻ കഴിയും. വിശ്വാസപൂർവ്വം ഞാൻ നടത്തുന്ന 21 ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും 2 ദിവസമായി ഓഫ്ലൈനായി നടത്തുന്ന ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം. എങ്കിൽ നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് പോകാം. തീർച്ചയായും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിൽ കാണുക. ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കാണുക, പൂർണ്ണമായും അതിനെ മനസ്സിൽ ഉൾക്കൊള്ളുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ലഭിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. വീണ്ടും അടുത്തതിലേക്ക് പോവുക.
എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിരിക്കാം. സ്വസ്ഥമായിട്ടിരുന്നുകൊണ്ട് ഈ ഒരു ടെസ്റ്റിൽ നമുക്ക് പങ്കെടുക്കാം. എങ്കിൽ നമുക്ക് സമയം കളയേണ്ട, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുക. നമുക്ക് ആ ഒരു വിഷ്വലൈസേഷൻ മാനിഫെസ്റ്റേഷൻ ടെസ്റ്റിലേക്ക് പോകാം. ശാന്തമായി കണ്ണുകളടയ്ക്കുക. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ശരീരം മുഴുവൻ പൂർണ്ണ വിശ്രമാവസ്ഥയിലാകുന്നത് മനസ്സിൽ സങ്കല്പിക്കുക. എല്ലാ പേശികളും മസിലുകളും അയഞ്ഞു വരുന്നു. പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. നടു നിവർത്തി, തല ഉയർത്തി, കൈകാലുകൾ ഫ്രീ ആയിട്ടുകൊണ്ട് യാതൊരുവിധ ബലപ്രയോഗങ്ങളുമില്ലാതെ വളരെ റിലാക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ആസ്വദിക്കുക. ഒരു ഭാരവും ഹൃദയത്തെ അലട്ടാതെ, ഒരു ഭാരവും ഒരു പ്രതിസന്ധികളും മനസ്സിനെ അലട്ടാതെ ഈ ഒരു പ്രക്രിയയിൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി പങ്കെടുക്കുന്നു. നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഒബ്ജക്റ്റ്, ചിലപ്പോൾ ഒരു ജീവിയാകാം, ഒരു വാഹനമാകാം, ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ഒരു ടോയ്സ് ആകാം. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ സങ്കല്പിക്കുക. ഈ വസ്തു നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ വെള്ളിത്തിര, ഒരു വലിയ സ്ക്രീൻ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ ഒബ്ജക്റ്റിനെ ആ സ്ക്രീനിലേക്ക് പതിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 50 മീറ്റർ അകലത്തിൽ ഒരു സിനിമാ തിയേറ്ററിൻ്റെ ഏറ്റവും പുറകിലിരിക്കുമ്പോൾ ആ സ്ക്രീനിൽ വെള്ളിത്തിരയിൽ നിങ്ങൾ സങ്കല്പിച്ച ആ വസ്തുവിനെ കാണുകയാണ്, അല്ലെ ആ വാഹനത്തെ, വ്യക്തിയെ കാണുകയാണ്. നിങ്ങൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ നിങ്ങൾ കണ്ട ഒബ്ജക്റ്റിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു. നിങ്ങളുടെ മനോചിത്രത്തിലേക്ക് ആ വസ്തു, വ്യക്തി നിങ്ങളുടെ മനോചിത്രത്തിൽ പതിഞ്ഞിരിക്കുന്നു. വീണ്ടും ആ സ്ക്രീനിൻ്റെ തൊട്ടടുത്തേക്ക് നിങ്ങൾ നടന്നു ചെല്ലുന്നതായി സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വലിപ്പത്തിൽ ആ വസ്തുവിനെ കാണാം. നിങ്ങളുടെ മനസ്സിൻ്റെ ഛായാചിത്രത്തിൽ അത് വന്ന് പതിയുന്നു. ആ സ്റ്റോറേജിൽ വന്ന് ഡൗൺലോഡ് ആകുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ കൈകാലുകൾ പൂർണ്ണമായും റിലാക്സ്ഡ് ആകുന്നു. നിങ്ങളുടെ പേശികൾ പൂർണ്ണമായും റിലാക്സ്ഡ് ആകുന്നു. ഉച്ചി മുതൽ ഉള്ളൻകാൽ വരെയുള്ള രക്തപ്രവാഹം വളരെ ഫ്രീ ആയി നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ സുഗമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു നിങ്ങൾ. പൂർണ്ണ വിശ്രമാവസ്ഥയിലായിരിക്കും നിങ്ങൾ. ഞാൻ 5 മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സ്ക്രീനിൽ നിന്നും ആ വസ്തു മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്നു. 5, 4, 3, 2, 1, 0. ആ സ്ക്രീനിൽ നിന്നും ആ വസ്തു മാഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിൻ്റെ സ്ക്രീനിലേക്ക് അത് പതിഞ്ഞു കഴിഞ്ഞു. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അത് കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഒരു സാധാരണ ശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. വീണ്ടും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ശബ്ദത്തെ മനസ്സിലോർത്തെടുക്കുക. ആ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ വന്ന് അലയടിക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കാതുകളിൽ ആ ശബ്ദം മാത്രമേ ഉള്ളൂ. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ആ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങുമെന്ന് വിശ്വസിക്കുക. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക.
ഹൃദയത്തിൻ്റെ തന്ത്രികളിൽ ആ ശബ്ദം സംഗീതമായി മാറുന്നത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ആ ശബ്ദം ഇപ്പോൾ ചെവിക്കരികിൽ കേൾക്കാം. നിങ്ങൾ ചെവിയിലൂടെ കേട്ട് ആ ശബ്ദത്തെ സാവധാനം സാവധാനം ആ ശബ്ദത്തെ നിങ്ങൾ പുറത്തേക്ക് വിടുന്നു. ആ ശബ്ദം നിങ്ങളിൽ നിന്നിപ്പോൾ മാഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിൻ്റെ കോണിൽ ആ ശബ്ദത്തെ തേടിയുള്ള യാത്ര 72 മണിക്കൂറിലേക്ക് ആരംഭിക്കുകയാണ്. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, സാവധാനം പുറത്തേക്ക് വിടാം. നേരത്തെ കണ്ട വെള്ള സ്ക്രീൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നു. ആ വെള്ള സ്ക്രീനിൽ നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, വളരെ റെയറായിട്ട് മാത്രം കാണുന്ന ആ ആഹാരപദാർത്ഥം നിങ്ങളിപ്പോൾ കാണുകയാണ്. ആ ആഹാരവസ്തു നിങ്ങളിപ്പോൾ കാണുകയാണ്. ആ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ ഒന്ന് എൻലാർജ് ചെയ്ത് കാണാം. ഇപ്പോൾ സ്ക്രീനിൻ്റെ മുഴുവൻ വലിപ്പത്തിലും നിങ്ങൾക്ക് ആ ഭക്ഷണ വസ്തു കാണാം. ആ ഭക്ഷണത്തിലെ ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ കഴിയുന്നു. അതിൻ്റെ കളറ്, ആ ഭക്ഷണത്തിൻ്റെ മണം നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പോൾ സങ്കല്പിക്കാം. നിങ്ങളുടെ മൂക്കിലൂടെ ആ മണം ഇപ്പോൾ, ആ ഭക്ഷണത്തിൻ്റെ മണം വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ ഭക്ഷണം നിങ്ങൾ സാവധാനം രുചിച്ച് കഴിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കാം. ആ ഭക്ഷണം ശരീരത്തിൻ്റെ ഭാഗമായി, രക്തത്തിൻ്റെ ഭാഗമായി മാറുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാം. ആ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തോട് ചേരുന്നത് സങ്കല്പിക്കാം. പൂർണ്ണമായിട്ടും ആസ്വദിച്ചു കഴിഞ്ഞു ആ ഭക്ഷണം നിങ്ങൾ. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ആ ഭക്ഷണം നിങ്ങളുടെ കൈകളിലെത്താനും നാവിലെത്താനും ഇടവരട്ടെ. ആ ഭക്ഷണം അല്ലെങ്കിൽ കാണാനുള്ള ആ ഒരു ദർശന സൗഭാഗ്യം ലഭിക്കട്ടെ. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക. ഞാൻ 5 മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സ്ക്രീനിൽ നിന്നും സാവധാനം ആ ഭക്ഷണത്തിൻ്റെ ചിത്രം മായുന്നത് സങ്കല്പിക്കുക. 5, 4, 3, 2, 1, 0. വീണ്ടും ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, സാവധാനം പുറത്തേക്ക് വിടാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, സാവധാനം പുറത്തേക്ക് വിടാം. കൈകാലുകൾ പൂർണ്ണ വിശ്രമാവസ്ഥയിൽ, ശരീരമാസകലം പൂർണ്ണ വിശ്രമാവസ്ഥയിൽ. നമ്മുടെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ സർവ്വസജ്ജമായി പ്രവർത്തിക്കുന്നതിന് നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി താങ്കൾ ആഗ്രഹിച്ച ഒരു തുക കറൻസി നോട്ടുകളായി തന്നെ കാണാൻ കഴിയുന്നു. താങ്കൾ ആഗ്രഹിച്ച ഒരു തുക ഇനി ഡോളറിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ കാണാം. ആ കറൻസി നോട്ടുകളുടെ കെട്ട് നിങ്ങൾ കാണുന്നു. അത് കയ്യിലെടുത്ത് അതിൻ്റെ ആ പുതുമണം നിങ്ങൾ മൂക്കിലൂടെ ഒന്ന് ശ്വസിക്കുന്നു. ആ പണം ലഭിച്ചതിൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം അനുഭവിക്കുന്നു. കുറച്ച് നാളായി ആഗ്രഹിച്ചിരുന്നൊരു പണമാണ്. ചിലപ്പോൾ ആരെങ്കിലും കടം വാങ്ങിയിട്ട് തിരിച്ചു തരാത്തതായിരിക്കാം. ആ പണം ഇപ്പോൾ കയ്യിലെത്തിക്കഴിഞ്ഞു. നന്ദി പറയുന്നു നിങ്ങൾ. ആ പണം കൈവന്നതിനും ആ പണം ചെലവഴിച്ച് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ആനന്ദിക്കുന്നു. വളരെ ബുദ്ധിമുട്ടിയിരുന്ന നേരത്താണ് ഈ പണം കിട്ടിയത്. ഒത്തിരി നന്ദി. ഇതെൻ്റെ കൈകളിൽ എത്തിച്ച പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി. ഈ പ്രപഞ്ചത്തിന് നന്ദി, നന്ദി, നന്ദി. ഈ പണം കൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കും. ചെറുതെങ്കിലും ഈ പണം കൈവന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. നന്ദി, നന്ദി, നന്ദി. സാവധാനം ശ്വാസമകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം, എനിക്ക് വേണ്ടതെല്ലാം നൽകാൻ കഴിവുള്ളതാണ് ഈ പ്രപഞ്ചം. എൻ്റെ മനസ്സ് എല്ലാത്തിനെയും ആകർഷിക്കാൻ കഴിവുള്ളതാണ്. എൻ്റെ മനസ്സിൽ ഞാൻ ആകർഷിക്കാത്തതൊന്നും എനിക്ക് കൈവരില്ല. എൻ്റെ ചിന്തകൾ എൻ്റെ ശീലങ്ങളും സ്വഭാവങ്ങളും ആയി മാറുന്നത് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ചിന്തകളാണ് എൻ്റെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് ഞാൻ അറിയുന്നു. ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് തരാൻ സർവസജ്ജമാണ് ഈ പ്രപഞ്ചമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പ്രപഞ്ചപിതാവേ നന്ദി. ശരീരത്തിലെ മസിലുകളെല്ലാം പൂർണ്ണമായും അയയുന്നു, പൂർണ്ണ വിശ്രമാവസ്ഥയിലാകുന്നു. സംതൃപ്തി നിറഞ്ഞ ഹൃദയം മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. മുഖം ഹൃദയത്തിൻ്റെ കണ്ണാടിയും ആത്മാവിൻ്റെ വാതിലും മനസ്സിൻ്റെ ജാലകവുമാണ്. നമുക്ക് ലഭിച്ച സംതൃപ്തി മുഖത്ത് വിടരുന്നു, കണ്ണുകളിൽ തെളിയുന്നു. നിറഞ്ഞ സ്നേഹത്തോടെ, നിറഞ്ഞ സന്തോഷത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ഒരു ടെസ്റ്റിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇനിയുള്ള 72 മണിക്കൂറിൽ ഞാൻ ആഗ്രഹിച്ച, ഞാൻ വിഷ്വലൈസ് ചെയ്ത, ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ എന്നിലേക്ക് വരുന്നതും പ്രതീക്ഷിച്ച് വിശ്വാസത്തോടെ ഞാനൊരു ടെസ്റ്റിൽ നിന്നും വിടവാങ്ങുന്നു. നന്ദി, 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 നന്ദി. ഞാൻ 5 മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി ഓപ്പൺ യുവർ ഐസ്. സാവധാനം നിങ്ങൾ കണ്ണു തുറക്കുക. 5, 4, 3, 2, 1, 0. സാവധാനം കണ്ണു തുറക്കുക. പ്രിയമുള്ളവരെ, ഓൺലൈനായി ഞാൻ നടത്തുന്ന 21 ദിവസത്തെ മോർണിംഗ് മെഡിറ്റേഷൻ പ്രോഗ്രാം ഇപ്പോൾ പുസ്തക രൂപത്തിൽ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. 100 കണക്കിന് പേരുടെ ജീവിതങ്ങളിൽ പരിവർത്തനത്തിൻ്റെ ഒരു കൊടുങ്കാറ്റായി മാറിയ ഈ പ്രോഗ്രാം പുസ്തക രൂപത്തിലാവുമ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രയോജനകരമാകും. നിങ്ങൾക്കിതിൻ്റെ കോപ്പികൾ ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും തരിക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവവും താഴെ കുറിക്കുക. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ലാലു മലയിൽ.